റോഷനായി അത് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ അന്ന് മറന്നുപോയി എന്ന് പറഞ്ഞ് കളിയാക്കി. അത് മാഡത്തിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അപ്പോ ഞാൻ വളരെ മോശമായിട്ടാണ്, പറയാൻ പറ്റാത്ത വാക്കുകളാണ് പറഞ്ഞത്. ഞാൻ ഒരു സ്ത്രീകളെയും നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ ഈ വിഷയത്തില് ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക്, നേരത്തെ വീഡിയോ കാണുമ്പോൾ അറിയാം, ഈ വിഷയത്തില് എന്നെ വലിച്ച് വെളിയിലോട്ട് ഇറക്കാൻ നോക്കിയിട്ട് പോലും ഞാൻ ഇറങ്ങുന്നില്ല വണ്ടിയിൽ. ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ KSRTCയുടെ നിർദ്ദേശമുണ്ട്, നമ്മൾ പുറത്തിറങ്ങാൻ പാടില്ല. പോലീസോ അല്ലെങ്കിൽ അതിനുള്ള മുതിർന്ന ഉദ്യോഗസ്ഥന്മാര് വന്നല്ലാതെ വണ്ടിയിൽ നിന്ന് ഇറങ്ങരുത്. ഇവര് വന്നിട്ട് ഇങ്ങനെ ബഹളം വെച്ചെന്ന് പറയുന്നു, അങ്ങ് കുന്നംകുളത്ത് വെച്ച് പ്രശ്നമായെന്ന് പറയുന്നു. ഞാൻ വണ്ടിയെ ഓടിയിട്ടില്ലെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ നിലമ്പൂർ വഴിക്കടവ് ആദ്യത്തെ ചാനൽ ആദ്യം നിങ്ങൾക്ക് എടുത്താൽ അറിയാം, നിലമ്പൂര് കോഴിക്കോട് മിന്നൽ ഓടിയെന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ഓടിയിട്ടില്ലെന്ന് പറയുന്നില്ല. അന്ന് സംഭവിച്ചത് ചിലപ്പോൾ ഇതേപോലെ ഫ്രണ്ടിയിട്ട് കളിക്കുമ്പോൾ നമ്മൾ ഇത്രയും ദൂരം ഓടേണ്ട വണ്ടികളാണ്, അല്ലെങ്കിൽ ഫ്രണ്ടിൽ പോകുന്ന ആൾക്കാർ അറിയണം. അന്നത്തെ ദിവസം ഈ മേഡം എന്ന് പറയുന്നത് എന്റെ ഓർമ്മയില് കണ്ടക്ടറിനെ, ഞാൻ അന്ന് വന്നത് ഷെഡ്യൂള് കണ്ടക്ടർ അല്ല, വേറൊരു കണ്ടക്ടറാണ് വന്നത്. ആ കണ്ടക്ടറിനെ ബന്ധപ്പെട്ട് ചോദിച്ചപ്പോഴത്തേക്ക്, ഞാൻ ഇപ്പൊ ചോദിച്ചേ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ, ഇത്രയും പ്രശ്നമായപ്പോ ചോദിച്ചു. നമുക്ക് ഇപ്പൊ വണ്ടി ഓട്ടത്തിൽ ഇത്രയും വർഷത്തിനിടയ്ക്ക് ഇത്രയും വർഷമായ കേസ് ആയതുകൊണ്ട് നമുക്ക് അറിയത്തില്ല, ഒരു വർഷമായ കേസ്. അപ്പൊ ചോദിച്ചപ്പോ അങ്ങനെ ഒരു വിഷയം നടന്നു, ഈ കാറ് ഫ്രണ്ടിയിട്ട് കളിച്ചു, നമ്മൾ ഓവർടേക്ക് ചെയ്ത് കയറിപ്പോയി. പിന്നെ ആ കാറിന്റെ അകത്തുള്ള ഡ്രൈവർ ഒരു പയ്യനായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ മാഡം ചോട്ടിക്കുന്നെന്നാണ് കണ്ടക്ടർ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് ഈ മാഡം ബാക്കിൽ വന്ന് ഹോൺ അടിച്ച് നമ്മളെ തിരിച്ചതേപോലെ ഹോൺ അടിച്ചെന്നൊക്കെ പറയുന്നില്ലേ. പക്ഷെ ഇത് എന്റെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. അവിടെ MVD അല്ല കിടന്നു. അന്ന് കണ്ടക്ടർ പറയാണ്, കണ്ടക്ടറിനടുത്ത് ഞാൻ ചോദിച്ചപ്പോൾ അന്ന് MVD അല്ല, പോലീസുകാരുടെ അടുത്താണ് ഇവര് വലിയ ഷോ കാണിച്ച് പറഞ്ഞത്, നടിയെന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞത്. അപ്പൊ അവര് സൈഡിൽ നിർത്തി വണ്ടി അവിടെ ഒതുക്കി നിർത്തി എന്നാണ് പറഞ്ഞത്. ഇവര് പറയുന്നത് നട റോഡിൽ നിർത്തിയിട്ട് റോക്കി ബായിയെ പോലെ ഇറങ്ങി വന്നെന്നാണ് പറഞ്ഞത്. പക്ഷെ വണ്ടി സൈഡ് ഒതുങ്ങി കിടക്കുന്നതുകൊണ്ടാണ് എനിക്കൊരു സംശയം, ഇത് ഞാൻ ഓടിയപ്പോൾ തന്നെയാണോ ഈ KSRTCയിൽ ഈ വണ്ടികൾ, അത് നിലമ്പൂർ റൂട്ടിലാണെങ്കിൽ ഒരു വണ്ടിയല്ല, അന്ന് പറഞ്ഞ 249 എന്തോ ആണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല വണ്ടി നമ്പർ. ഇതല്ലാതെ 307, 305, 303, 101, 111 ഇതെല്ലാ വണ്ടികളും വഴിക്കടവ് ഞാൻ ഓടിയിട്ടുണ്ട്. ഈ പറയുന്ന ഒരു ഡ്രൈവറിന് ഒരു വണ്ടി തന്നെ തന്നു വിടയല്ലേ. ഷെഡ്യൂളിൽ മാറ്റം വണ്ടി വരും. ഷെഡ്യൂൾ വണ്ടി ഉണ്ടെങ്കിൽ പോലും നമുക്ക് മാറി മാറിയാണ് വണ്ടി തരുന്നത്. അപ്പൊ ഈ വണ്ടി ഞാൻ മാത്രം ഓടിക്കുന്ന വണ്ടിയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ മാത്രം ഓടിക്കുന്നില്ല. KSRTCയിൽ എത്ര ഡ്രൈവർമാർ തിരുവനന്തപുരം സിറ്റി നമ്മുടെ സെൻട്രലിലുണ്ടോ അവരെല്ലാവരും ഓരോ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് ഈ വണ്ടികളൊക്കെ ഓടിച്ചു കാണും. ഇപ്പൊ ഇത് ഓടിച്ച വണ്ടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് പറയാൻ പറ്റും. ഞാൻ അവിടുത്തെ ഏകദേശം മുഖ്യ വണ്ടികൾ ഓടിയിട്ടുണ്ട്. മിന്നല്, ഡീലക്സ് ഉൾപ്പെടെ ഷിഫ്റ്റിന്റെ പുതിയ വണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. ഇന്നേ വരെ ആരും റാഷ് ഡ്രൈവിംഗ് എന്നോ കൊണ്ടുവന്ന് ഇടിക്കാമെന്നോ പറഞ്ഞിട്ടില്ല. ഈ മേയർ കേസിന് ശേഷമാണ് ഈ മാഡം വന്നത്. എന്തുകൊണ്ട് നേരത്തെ വരാത്തെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് കാര്യമായിട്ടുള്ള കാര്യമുള്ളൂ. എന്തെങ്കിലും ആരെങ്കിലും ഇൻഫ്ലുവൻസ് മൂലം വന്നതായിരിക്കും. പിന്നെ ഇത് ഓർത്തിരിക്കാന്ന് വെച്ചാൽ മുടി നരച്ച ഡ്രൈവർമാർ എത്രയോ പേരുണ്ട്. ഈ മുടി നരച്ച മാഡം പറയുന്നതായിട്ട് ഒരു വീഡിയോയിൽ കണ്ടു, മുടി നരച്ച ഡ്രൈവർ ആയതുകൊണ്ട് ഓർത്തിരുന്നു. അതുകൊണ്ടൊന്നുമില്ല, അതുകൊണ്ടല്ല, പ്രത്യേകിച്ച് അതിന് കാരണങ്ങളുണ്ട്, അത് ജനങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എനിക്ക് ഷോ കാണിക്കേണ്ട കാര്യമില്ല. നമ്മള് ഇവരെ പോലെ നടിയോ അല്ലെങ്കിൽ ഒരു ബൂട്ടിക്ക് ഇടുന്ന വലിയ സ്ഥാപനത്തിന്റെ ആളുമല്ല. നമ്മൾ അന്നൊന്നൊക്കെയോ ജീവിക്കുന്നത്, നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം കരുതി കൂട്ടി ചെയ്യുന്നു. പിന്നെ ഇങ്ങനെ ഇൻസിഡന്റ് നടന്നിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് റിപ്പോർട്ട് ചെയ്ത് ഞാൻ എടുത്ത് നോക്കി. അന്നത്തെ ദിവസം ഞാനാണ് വണ്ടി ഓടി. കണ്ടക്ടറിന്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് വിശദാംശങ്ങൾ കിട്ടിയത്. ഈ നടിയുടെ കേസ്, നടി എന്ന് പറയണ അന്ന് നടിയാണോ ആരാണോ എന്ന് നമുക്കറിയത്തില്ല. പിന്നെ ഒരു സ്ത്രീയുടെ അടുത്ത് മുമ്പിൽ ഇങ്ങനെ ഇഷ്യൂ നടന്നു കഴിഞ്ഞാൽ പോലീസുകാർ ആരെങ്കിലും ഇറങ്ങാൻ പറഞ്ഞല്ലാതെ ഞാൻ ഇറങ്ങൂല, ഒന്നാമത്തെ കേസ്. അതുമല്ല, നട റോഡിൽ വണ്ടി ഇടാറില്ല. എന്തെങ്കിലും വിഷയം വണ്ടി ആക്സിഡന്റ് ആവുകയും തട്ടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഒതുക്കിയിട്ടിട്ടേ സംസാരിക്കുകയുള്ളൂ. സംസാരിക്കാതെ ഒന്നുമില്ല. നമ്മളെ ഭാഗത്ത് ക്ലിയർ ആയിട്ടുള്ള കാര്യമുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അവരെ അങ്ങനത്തെ രീതിയിൽ മോശമായിട്ട് പെണ്ണുങ്ങളെ അടുത്ത് സംസാരിക്കുന്ന രീതി ഇല്ല. അന്നുമില്ല, ഇന്നുമില്ല, ഇനിയില്ല. പിന്നെ നമ്മുടെ അടുത്ത് എടോ പോടോ താന അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചു, എടോ എന്നാണ് വിളിക്കുന്നതെന്ന് ചോദിച്ചു. ഒന്നുമില്ലെങ്കിൽ ഒരു KSRTC ഡ്രൈവർ അല്ലേ, എടാ മറ്റേ എടാ പോടാ വേറെ ഒക്കെ പ്രവർത്തിച്ച് ഈ ഒരു പെണ്ണ് പറയുമ്പോഴേ ആളുകൾ വിശ്വസിക്കും. അത് സ്വാഭാവികമാണ്. എന്നെ മോശമായിട്ട് പറഞ്ഞെന്നോ എന്നെ ലൈംഗിക ചേഷ്ടയോട് നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യില്ല. ഒരു പെണ്ണ് ഇപ്പൊ വഴി കൂടെ ചേട്ടൻ നടന്നു പോയാലും പറയുന്നത്, ആ ചേട്ടൻ എന്നെ ലൈംഗിക ചുവയോട് നോക്കി. ചിലപ്പോ ചേട്ടൻ നോക്കിയ പോലും കാണില്ല. ചേട്ടൻ പോലീസിന് ഒരു കേസ് ചേട്ടന്റെ പേരിൽ എടുക്കും.
അത് തന്നെയാണ് അവസ്ഥ. ഒരു പെണ്ണ് പറയുന്നത് എപ്പോഴും വിലയാക്കുള്ളൂ. പിന്നെ നമ്മുടെ അവസ്ഥ എന്ന് വെച്ചാൽ ഇതിനെല്ലാം അവരെ ഈ നടിയായാലും ഇതിന് പ്രവർത്തിച്ച ആരൊക്കെ ആയാലും അവർക്ക് ദൈവമായിട്ട് തിരിച്ചടി കൊടുക്കും. പിന്നെ കോടതി വഴി ഞാൻ നീതിക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്, അല്ലാതെ ഇവരുമായിട്ട് എനിക്കൊരു യാതൊരു മുൻവൈരാഗ്യമോ ഇല്ല. ഈ മേയർ എന്ന് പറയുന്ന ആള് കൊണ്ടുവന്ന് വണ്ടി കുറുകെ ഇട്ടിട്ട് ഞാനും മേയറുമായി തമ്മിൽ എന്തെങ്കിലും നേരത്തെ ബന്ധം വല്ലതും ഉണ്ട്? ഇല്ല. അവരെ എനിക്ക് അറിയ പോലും ഇല്ല എന്ന് പറഞ്ഞുതരാം. തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക് മേയർ ആയിരുന്നൂടാ എന്ന് പറഞ്ഞത് ആ ഒരു ഇതാണ്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഈഗോ ക്ലാഷ് എന്ന് പറയും. ഇപ്പൊ എനിക്ക് അങ്ങനെയില്ല കേട്ടാ. ഞാൻ KSRTC ഡ്രൈവറാണ്, ഞാൻ ഇപ്പൊ അങ്ങനെ വൈറലായെന്നൊന്നും ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കാറില്ല. ഞാൻ മിക്കവാറും ആളുകൾ ചോദിക്കുമ്പോഴത്തേക്ക് അല്ല, അല്ലെങ്കിൽ ഇങ്ങനെ കേസ് എന്തായെന്നൊക്കെ ചോദിക്കും. ചിലവർ മനസ്സിലാക്കിയിട്ട് ചോദിക്കും, കേസ് എന്തായെന്ന് ചോദിക്കും, അതിന്റെ ഡീറ്റെയിൽ പറയും. അല്ലാതെ ഇന്ന ആളാണ് ഞാൻ, KSRTC മേയറുമായിട്ടുള്ള വിഷയമുള്ള ആളാണ്, അതുകൊണ്ട് എന്നെ എല്ലാവരും തിരിച്ചറിയണമെന്നുള്ള അങ്ങനത്തെ ഒരു ധാർഷ്ട്യമോ ഒങ്കോ എനിക്കില്ല. എനിക്ക് എങ്ങനെയാലും ജോലി ചെയ്യുക, അത്ര മാത്രം.